നീ പറയുന്ന നിന്റെ അച്ഛന്റെ സ്വഭാവമഹിമ ഉണ്ടല്ലേടി ഞാൻ ആ വീട്ടിലില്ലാത്തത്. എന്നിട്ട് ഞാൻ പറയുന്നു അയാള് കാണിച്ചൊക്കെ ഇപ്പൊ കൊള്ളാം. നിന്റെയൊക്കെ തോന്നിവാസം സമ്മതിച്ചിരുന്നോണ്ട് അയാള് നിങ്ങക്ക് നല്ലവൻ. കണ്ടവളുമാരിലൊക്കെ ഉണ്ടായതിന് തോളി വെച്ചോണ്ട് നടക്കുന്ന നിന്റെ അച്ഛനേക്കാൾ മോശമാണ് നിങ്ങക്ക് നിങ്ങളുടെ അമ്മ. അമ്മയ്ക്ക് ഇത് പറഞ്ഞു പറഞ്ഞു മടുക്കുന്നില്ലേ? ആരിലുണ്ടായതാണെങ്കിലും കുടുംബ മഹിമയെ പറഞ്ഞ് ജയിലിൽ കിടക്കുന്നവനേക്കാളും നല്ലതാ അലീന ചേച്ചി. നിനക്കൊക്കെ അങ്ങനെ തോന്നത്തുള്ളൂ. അവസാനം അവള് നിന്നെയൊക്കെ പറ്റിച്ച് പാളയെ കിടത്തി കൈകാലിട്ട് അടിക്കുമ്പോ അമ്മ പറയുന്ന ഓർത്താ മതി. ഓർത്തോളാം. അന്നേരത്തെ കാര്യമല്ലേ, ആ സമയത്ത് ആരാ കരയുന്നേന്ന് നമുക്ക് നോക്കാം. പറയടി, നീയൊക്കെ തന്നെ ഇത് സ്വന്തം തലയോട് പറയണം. നാണമില്ലാത്തവളുടെ കണ്ടെടുത്ത് അലിഞ്ഞേറി കിടന്നിട്ട് പറയുന്ന വർത്താനം. നാണമെന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോയിട്ടില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ. നീയൊക്കെ എന്റെ വയറ്റിൽ തന്നെ ഉണ്ടായതാണല്ലോ. ആ കാര്യത്തിൽ ഞങ്ങക്ക് യാതൊരു സംശയവും ഇല്ല. നിന്നെയൊക്കെ നാട് കണ്ടാൻ വിട്ടിട്ടെ നിന്റെ അച്ഛൻ എവിടെ പോയതാ? വേറെ വല്ലോടത്തും ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. അമ്മയ്ക്ക് എങ്ങനെ ഇത്ര ചീപ്പായിട്ട് സംസാരിക്കാൻ പറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവാതെ. അതും ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മ. അതിന് ഇതുപോലത്തെ ഭർത്താവും മക്കളും ഉണ്ടായാ മതി. ആയിക്കോട്ടെ, ഞങ്ങള് കാരണം അമ്മ ഇത്രയും മോശമായിട്ട് സംസാരിക്കുന്നല്ലേ? എന്നോട് യുദ്ധത്തിന് നിന്നിട്ട് കാര്യമില്ല. നിനക്ക് തലച്ചോറുണ്ടല്ലോ, അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കുമ്പോ നിങ്ങക്ക് മനസ്സിലാവും അച്ഛനായിരുന്നോ അമ്മയായിരുന്നോ ശരിയെന്ന്. അമ്മയ്ക്കും ഉണ്ടല്ലോ തലച്ചോറ്. ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്ക്. ചിലപ്പോ ഞങ്ങളെക്കാളും മുമ്പ് അമ്മയ്ക്കെല്ലാം മനസ്സിലായെങ്കിലോ? നീ എന്നോട് സംസാരിക്കാൻ വരില്ല കൃഷ്ണൻ. നീ ഒറ്റ ഒരുത്തി അവക്ക് കൂട്ടുപിടിച്ച് ഈ കുടുംബം ഇങ്ങനെ ആവാൻ സഹായിച്ചത്. ഞാൻ ഒന്നും പറയുന്നില്ല. നാളെ തിരിച്ചു വരുമോ നിങ്ങള്? അതോ ഒരു നാണമില്ലാതെ അവിടെ അട്ടിപ്പേറി കിടക്കുവാണോ? നാളെ ആയിരിക്കില്ല, അറിയത്തില്ല. അലീന ചേച്ചി തീരുമാനിക്കുന്ന പോലെയാ. എന്താ അവൾ ഉണ്ടെങ്കിലേ നിങ്ങക്ക് വരാൻ പറ്റത്തുള്ളൂ. അവൾ എവിടെങ്കിലും ഇത്തിക്കണ്ണി പോലെ പിടിച്ചു പറ്റി അവിടുത്തെ ചോര ഊറ്റി കുടിക്കുന്നവളാ. അതുകൊണ്ടാ കൂടെ ഉള്ളവളും അതുകൊണ്ടാണല്ലോ ഒരു പരിചയം ഇല്ലാത്തതിനെയൊക്കെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുന്നത്. അമ്മയുടെ ചോദ്യം ചെയ്യൽ എന്തായാലും കഴിഞ്ഞല്ലോ. എനിക്ക് ഉറക്കം വരുന്നു. ഫോൺ വെച്ചോട്ടെ? ഓ വെച്ചോ വെച്ചോ. എന്നിട്ട് അച്ഛനും മക്കളും കൂടെ എന്ത് വേണമെങ്കിലും ആയിക്കോ. നിനക്കൊക്കെ നാണമില്ലെങ്കിലേ എനിക്കാ പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ അമ്മേ, താങ്ക് യു. ഗുഡ് നൈറ്റ്. ബാക്കിയുള്ളതിനും കൂടെ നാണം കെടുത്താൻ ഉണ്ടായതെങ്കിൽ